നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴെങ്കിലും ഈ അമ്പലങ്ങളിൽ ചെന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്, അവിടുത്തെ ആ ഏകാന്തത ആസ്വദിച്ചിട്ടുണ്ട്? ഒരിക്കലില്ല. കാരണം നമ്മുടെ ഈ കെട്ടഴിഞ്ഞ ജീവിതം ഒരു നിമിഷം പോലും അവിടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഓടലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചടങ്ങ്, അങ്ങനെ ഒച്ചയും ബഹളവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ആരാധനാലയങ്ങളൊക്കെ വന്നിരിക്കാറുള്ളൂ. അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി, നമ്മളവിടെ ഒരു ഉത്സവമോ അല്ലെങ്കിൽ ബഹളമോ ഒച്ചയുണ്ടാവണം. എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് വന്ന് ആ ഏകാന്തത ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്? ഇല്ല. നമുക്കൊരിക്കലും ഏകാന്തത ആസ്വദിക്കാൻ പറ്റില്ല. ഏകാന്തത നമ്മൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആരെങ്കിലും കൂട്ടിന് വേണം. ഒരമ്പലങ്ങൾ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചടങ്ങിന് എന്തായാലും നമ്മൾ ആളുകളെ കൂട്ടി വേണം. പക്ഷേ നമ്മൾ അമ്പലങ്ങളിൽ ആ ഒരു ഏകാന്തത എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്? അങ്ങനെ ആസ്വദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം. കാരണം നമ്മൾ ഈ ദൈവികത എന്നൊക്കെ പറയുന്നില്ലേ, അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പീസാണ്, സമാധാനമാണ് ഈ ദൈവികത എന്ന് പറയുന്നത്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്ക വിഷയവും അതും ഇതൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു പീസില്ലേ, അത് ഉണർത്തുകയാണ് നമ്മൾ വേണ്ടത്. ആ ഒരു സമാധാനം കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. സമാധാനമില്ലായ്മയാണല്ലോ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? കെട്ടഴിഞ്ഞ ജീവിതത്തിൽ തിരക്കും ഇതും ബഹളമായി ഇങ്ങനെ പോയി അവസാനം മരിക്കാൻ കിടക്കുന്നതായിരിക്കും നമുക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത്. അതുകൊണ്ടാണ് റെസ്റ്റ് ഇൻ പീസ് എന്ന പേരും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ആ ഒരു സമാധാനം ആസ്വദിച്ചൂടെ? ഒറ്റയ്ക്ക് നിൽക്കാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം എന്താ പറയുക, ഒരു ഇംഗ്ലീഷിൽ പഴഞ്ചൊല്ലുണ്ട്, ഏകാന്തത ചെകുത്താൻ്റെ കൃഷിയിടമാണ്, ചെകുത്താൻ കയറി വിളയാടുന്നു. അത് എന്തുകൊണ്ടാണ് ഏകാന്തതയിൽ ചെകുത്താൻ വിളയാടുന്നു പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഏകാന്തതയിൽ പല തോട്ട്സും വരും, പല ചിന്തകളും വരും. അമ്പലത്തിലിരുന്നാലും ശരി, വീട്ടിലൊറ്റയ്ക്കിരുന്നാലും നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ഒരുപാട് ചിന്തകൾ വരും. അങ്ങനെ ഒരുപാട് ചിന്തകൾ വരുമ്പോൾ നമ്മൾ വേണ്ടാത്തതും വേണ്ടുന്നതും ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് കൂട്ടി ഭ്രാന്താവും. അങ്ങനെയല്ല, ഏകാന്തതയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തയില്ലാതെ അചിന്ത്യനായിട്ടിരിക്കുകയാണ്. ഒരു ചിന്തയില്ലാതെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സമാധാനം കിട്ടും. അതാണ് നമ്മൾ വേണ്ടത്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് പല ചിന്തകൾ വരുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ചിന്തകൾ സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കുക. അത് മനസ്സിൽ ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ടാണ്. കണ്ണ് തുറന്നും ചുറ്റും ഇങ്ങനെ ആ അമ്പലങ്ങളിൽ ഇങ്ങനെ ചുറ്റും ഓടി ഒരു ചിന്തയില്ലാതെ ആ ഒരു സമാധാനം, ആ ഒരു പീസ് കണ്ടെത്താൻ നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ഈ ആത്മശക്തി എന്ന് പറഞ്ഞാൽ കുറേ ഫിലോസഫി നമ്മൾ പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ഇത് കണ്ടെത്തുകയാണ് വേണ്ടത്, സമാധാനം കണ്ടെത്തുക, ആ പീസ് കണ്ടെത്തുക. ആ പീസാണ് ശരിക്കും ആത്മാവും ദൈവമൊക്കെ ഒച്ചപ്പാടിലും ബഹളത്തിലും ഉണ്ടാവില്ല. അതൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആവും. ഒരുപാട് സംഗതികൾ ഇങ്ങനെ ഓടി മറിയുന്നുണ്ടാവും. ഏതൊരു ചെറിയൊരു ചടങ്ങിനെടുത്താൽ മതി, 4-5 ആൾ വരണം, അതിൻ്റെ ഒച്ചപ്പാടായിരിക്കും, മന്ത്രജപങ്ങളുടെ ഒച്ചപ്പാടും. ഇതെന്തിനാണ് ഈ മന്ത്രജപവും മറ്റേതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെന്താ അതിലേക്ക് ശ്രദ്ധിക്കും, ആ പൂജാതി കർമ്മങ്ങളിലേക്കും ആ ചടങ്ങിലേക്കും ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് സൈലൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ നേരെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സമാധാനം കണ്ടെത്താതിരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ച് ഈ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിക്കണം. നമുക്ക് എപ്പോഴാണോ ആരുമില്ലാതെ ഒറ്റയ്ക്ക് സമാധിയായി ഇരിക്കുന്ന പോലെ, സമാധിയായി ഇരിക്കുന്ന പോലെ നമുക്ക് കഴിയാൻ പറ്റുന്നത്, നമ്മൾ എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റും ഒന്നുമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ആ ഒരു ഏകാന്തത ആസ്വദിച്ച് ഇരിക്കാൻ പറ്റുന്ന, അപ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെയാവുക. ആ സമാധാനം, ആ ഒരു ഫീല് നമ്മൾക്ക് കിട്ടണം. അപ്പോൾ അത് ഒരുപാട് ധ്യാനവും മറ്റു കാര്യങ്ങളൊക്കെ പോകണം. നമ്മൾ ചിന്തകളെ കൺട്രോൾ ചെയ്യലാണ് ഏറ്റവും പ്രാധാന്യം വരുന്നത്. ചിന്തകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ജീവിതത്തിൻ്റെ ഓരോ നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ,
ഒരു ഒരു പക്ഷി പറക്കുന്നത്, ഒരു മരം, അങ്ങനെയൊക്കെ സാവധാനം ഇരുന്നിങ്ങനെ ആസ്വദിച്ചിട്ടുണ്ട്. പലവരും പുറത്തത്തെ ആളുകൾ നമുക്ക് വട്ടാന്നൊക്കെ പറയും. അത് അവരെന്തുകൊണ്ട് വട്ടാന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയൊരു ശീലമില്ല. അവർക്ക് ആളുകൾ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കാണുന്നത് അവർക്ക് നോർമലായ ആളുകൾ. ഒരു നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറേ കത്തിയടിക്കണം, അവൻ കുറേ ഡയലോഗ് വരണം, ഞാൻ വീമ്പിളക്കണം, ഇങ്ങനത്തെ ആളുകളെപ്പുറം എല്ലാവരും കൂടെ ചെയ്യും അല്ലേ. ഏകാന്തനായി ഇരിക്കുന്ന ഒരുത്തിനപ്പുറം ആരും ഇല്ല, അവന് വട്ടാന്ന് പറയും. ആര് പറഞ്ഞു? എല്ലാവരും വട്ടല്ല, വട്ടന്മാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവൻ്റെ സമനില തെറ്റിയവരുമുണ്ട്. അല്ലാതെ എല്ലാവരും അങ്ങനെയല്ല. ഒരു സമാധാനം, അവനാരും ഉപദ്രവിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരാൾ ഒറ്റയ്ക്കിരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുന്നോട്ട് അവൻ്റെ സമാധാനത്തിൽ അവൻ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്താ കുഴപ്പം? നമ്മുടെ ഒരു ധാരണയാണ്, അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ ഭ്രാന്തൻ, അവൻ നമ്മളപ്പുറം വന്ന് 2 കളിച്ചിരിയും തമാശയും കുറേ ഡയലോഗൊക്കെ അടിക്കുമ്പോൾ അവൻ നല്ല നോർമൽ. ആര് പറഞ്ഞ്? പലതും മറച്ചു വെക്കാനാണ് ആളുകൾ തമാശയും കുറേ കാര്യങ്ങളും ഒക്കെ ചിരിച്ച് കളിച്ച് നടക്കുന്നത്. അവൻ്റെ ഉള്ളിലെ വേദന അവൻ അറിയുന്നില്ല. ഒരു നാൾ ഒരു പൊട്ടിത്തെറിക്കും അല്ലേ. എനിക്ക് ഒരുപാട് അറിയുന്ന ആളുകളുണ്ട്. എന്നോട് ഒരുപാട് കളി ചിരിച്ച് നടന്ന ഒരു പയ്യനുണ്ടായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ. എല്ലാവരും അവൻ്റെ പിന്നാലെയായിരുന്നു. ഒരു ദിവസം അവന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവനെന്തോ പഴയ ഒരു ഓർമ്മയിൽ പൊട്ടിത്തെറിച്ചു പോയി. 2-3 ചങ്ങായിമാരോട് ചൂടായിപ്പോയി. എല്ലാവരും അവനെ ഒറ്റക്കാക്കി. പിന്നെ അവനെ ഭ്രാന്തൻ. അതാ പറയുന്നത്, കളി ചിരിച്ച് നടക്കുന്ന തുള്ളിച്ചാടുന്നവരെല്ലാം നോർമലല്ല. അത് അവരെന്തോ മറച്ചു വെച്ച് നമ്മൾ പുറം ലോകം അറിയാതിരിക്കാൻ കപട്യമായ ചിരിയും ഫിറ്റ് നടക്കുന്നു. നമ്മൾ അത് അങ്ങനെ ആവരുത്. ഉള്ളിലത് തുറന്ന് ചെയ്യണം. കരഞ്ഞു തീർക്കണം, ദേഷ്യമിട്ട് തീർക്കണം. അങ്ങനെ തൻ്റെ ഉള്ളിലെ വിഷം മുഴുവൻ എല്ലാവരും പറയും ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ മാറുമോ? ഇല്ല. ആരെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വിഷമങ്ങൾ കുറയും. പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ പീസിനെ കണ്ടെത്തുകയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് കുറയത്തില്ല. കുറേയൊക്കെ ഒരാശ്വാസം കിട്ടുമെങ്കിലും ഒറ്റയ്ക്കിരുന്ന് തൻ്റെ വിഷമങ്ങളൊക്കെ മറന്ന് ഒരു പീസിനെ ഒരു സമാധാനത്തോട് ഇതാണ് സമാധാനം. ഇന്നത്തെ കാലത്ത് കിട്ടില്ല. കാരണം ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ ഓരോ കാര്യത്തിനും നമ്മൾ ബിസിയാണ്. വിദ്യാഭ്യാസത്തിന് ഒരു സെക്കൻഡ് നമുക്ക് സമയം കിട്ടിയില്ല. എങ്ങനെയെങ്കിലും 1ാം ക്ലാസ് പാസ്സാവണം, 2ാം ക്ലാസ് കഴിഞ്ഞ് 3ാം, ഇത് കഴിഞ്ഞാൽ 10 കഴിഞ്ഞാൽ ജീവിതം ധന്യമായി. 10 കഴിഞ്ഞാൽ പിന്നെ ഒരു നേരം മൂലം ജീവിതത്തിൽ ഫ്രീ കിട്ടൂല. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് നേരം ഇരുന്നതിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കുറച്ച് നേരം ഇരുന്ന് കുറച്ചേരം ആസ്വദിച്ച് നമുക്ക് വേണ്ടി നമ്മളെ ഉള്ളിൽ ആത്മാവിനെ കണ്ടെത്തുക, സമാധാനം കണ്ടെത്തുക. ആത്മാവിനെ കണ്ടെത്തുക, സമാധാനം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോട്ടു. 5 മിനിറ്റ് കൊണ്ട് തൻ്റെ ലോകം ഇങ്ങനെ തകരട്ട്. ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒഴുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 1ാമതും 2ാമതാവാൻ ഇങ്ങനെ ഒഴുക്ക് പോയിക്കൊണ്ടിരിക്കും. നിങ്ങളതിൽ പിന്നാലെ പോയിട്ട് എന്ത് നേടാനാണ്? ഈ പറയുന്ന ഓട്ടം എന്തെങ്കിലും നിൽക്കുമോ? സ്കൂളിൽ തുടങ്ങിയ ഓട്ടമാണ്. കോളേജ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടികൾ, പിന്നെ അവരുടെ കാര്യങ്ങൾ. ഈ ഓട്ടം മരണത്തിലേക്കാണ് തീരുന്നത്. റെസ്റ്റ് ഇൻ പീസ് വരെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് നേരമെങ്കിലും ഞാൻ ഒരിക്കലും ഫുൾ ടൈം ഇരുന്ന് പണിയൊക്കെ കളഞ്ഞ് പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഏകാന്തനെ പോലെ പൊട്ടനം പോലെ ഇരിക്കണം എന്നല്ല പറഞ്ഞത്. സമാധാനമായിട്ട് സമാധാനത്തോടു കൂടി കുറച്ച് നേരം ഇരിക്കുക. അത് നിങ്ങൾക്ക് എവിടെയായാലും അമ്പലത്തിലാവണമെന്നില്ല, എവിടെയും നിങ്ങൾക്കൊരു സമാധാനം കിട്ടുക. അവിടെ ഒരു 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ അത്രയും നേരമെങ്കിലും ആസ്വദിക്കാൻ പറ്റും. അത് വലിയ കാര്യം. അത് നമുക്കൊരു സെൽഫ് റിയലൈസേഷനും കിട്ടും. എന്തൊക്കെ താൻ ഇത്തിരി നാളെ ചെയ്തു. ഇപ്പോൾ ഒറ്റയ്ക്ക് പറയലൊന്നും പറ്റില്ല. താൻ ഇത്തിരി നാൾ എന്തൊക്കെ ചെയ്ത് മണ്ടത്തരായിപ്പോയി, ചെയ്ത് ശരിയായി എന്നൊക്കെ തനിക്കൊരു റിവിഷനും കൂടിയാകും. റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകൾ വരും. റിവിഷനൊക്കെ ചെയ്തതിന് ശേഷം ചിന്തകളൊന്നുമില്ലാതെ കുറച്ച് നേരം ഇരിക്കാനുള്ള ശ്രമം നടത്തുക. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ചെറുപ്പക്കാരെ തന്നെ വേണമെങ്കിൽ ഭ്രാന്താന്ന് വിളിക്കും. പക്ഷെ അതല്ല, അത് അവർ ജീവിതം തുടങ്ങിയതുകൊണ്ടാണ്. അവർക്ക് ഈ ഒരു ഫിലോസഫി ഒന്നും തലയിൽ കയറാത്തത്. അവർ ആക്റ്റീവ് എനർജിയായി നിൽക്കുക. അവർക്ക് എന്തെങ്കിലും ചെയ്യാതെ അങ്ങനെയാണ് അവർ ജനിച്ച് വളർന്നത്. അതൊക്കെ ഒരു 40 ആകുമ്പോൾ നമുക്കൊരു റിയലൈസേഷൻ വരും. ജീവിതം ഇങ്ങനെ ഓട്ടാന്ന്. കുറച്ച് നേരം അങ്ങ് അനങ്ങാണ്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല. ലോകം ഒന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി തുടർന്നു. ജോലി എന്തായാലും നമ്മൾ ചെയ്യണം. ജോലി ചെയ്യേണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ലല്ലോ.
ജോലിയിൽ ഒന്ന് നല്ല ആസ്വദിച്ച് ജോലി സമയം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പിന്നീട് സമയം കിട്ടില്ല. കിട്ടുന്ന സമയം നമ്മൾ ആ ഒരു നിമിഷം ഇങ്ങനെ കഴിയുന്നത്ര ഒന്നും ചിന്തിക്കാതെ, അഥവാ ചിന്തിക്കുന്ന വരുന്നുണ്ടെങ്കിൽ ആ ചിന്തകൾ തീർക്കുക. എപ്പോഴും അതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ആ ചിന്തകളൊക്കെ ചിന്തിച്ച ശേഷം ഒരു 10 മിനിറ്റ് സമാധാനം അനങ്ങാണ്ടിരിക്കുക. ഒരു സൈലൻസ് ഒന്ന് ഫീൽ ചെയ്യുക, ഒന്ന് ആ സൈലൻസ് ഒന്ന് ആസ്വദിക്കുക. അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അതിൽ ഫുള്ളായിട്ട് മുഴുകിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ആ ഒരു കുറച്ച് നേരമെങ്കിലും നമുക്കൊരു അതിൻ്റെ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാലേ അത് ഭയങ്കര ജീവിതത്തിൽ മനസ്സിനൊരു സമാധാനം, റെസ്റ്റാവും. പിന്നീട് അതിന് ശേഷം വീണ്ടും നോർമൽ ബാക്ക് ടു നമ്മുടെ സാധാരണ ലൈഫ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു മനസ്സമാധാനം കണ്ടെത്തലാണ് ശരിക്കും ഈശ്വരൻ എല്ലാ ഇതെന്നെല്ലാം പറഞ്ഞ് ഉള്ളത് തന്നെയോ ഇല്ലാത്തതാണോ അത് നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു സമാധാനമാണ് നമുക്ക് വേണ്ടത്. ആ സമാധാനമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ആത്മാവ്, അതാണ് ഓക്കെ. അപ്പം എനിക്ക് ഈ അമ്പലത്തിൽ വന്ന് നല്ലൊരു ഒരു ഏകാനന്ദ ഫീൽ ചെയ്തപ്പോലെ എന്ത് സുഖമാണെന്നറിയാം. അത് പറഞ്ഞറിയിക്കുന്ന ലെവലാണ്. പക്ഷേ എനിക്കിപ്പോഴും വീണ്ടും ജോലിക്ക് പോകേണ്ടി വരുന്നു. 5 മിനിറ്റ് എനിക്ക് പറ്റിയിട്ടില്ല ഇതൊരു ആസ്വദിക്കാൻ. അപ്പോൾ നമുക്കൊരു കൊതി വരുന്നു, ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നെങ്കിൽ. നമുക്ക് പറ്റുന്നില്ല, നമുക്കപ്പം മറ്റു കാര്യങ്ങളുണ്ട്, മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം പോകണം. 5 മിനിറ്റ് ആസ്വദിക്കാൻ പറ്റില്ല. അതിനെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമസ്കാരം. ഇനി അടുത്ത വിഷയമായിട്ട് വരാം.